ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫലൂദയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫലൂദയാണ്. എന്നാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. നോമ്പ് മുറിക്കുന്ന സമയത്ത് നമ്മുടെ ദാഹവും വിശപ്പും ഒക്കെ പോയിക്കോളും. നല്ല കിടിലനായിട്ടുള്ളൊരു മിൽക്ക് ഫലൂദയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ലിറ്റർ കട്ട പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫലൂദ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടും സെറ്റ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് ചെയ്തെടുക്കുന്ന സമയത്ത് കട്ടപ്പാൽ തന്നെ ചേർക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പാല് ചേർത്തിട്ട് തണുപ്പിച്ചെടുത്താലും മതി. 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഐസ്ക്രീം ചേർത്തതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ഡ്രോപ്പ് റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ അധികം ആവണ്ട, വളരെ കുറച്ച് മതി. അതിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. പിന്നെ മിക്സി അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മുന്നേ കടി ഷേക്കിൻ്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പാല് നമുക്ക് കടിക്കാൻ കിട്ടണം. ആ ഒരു രീതിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഫലൂദക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. കയ്യിലുള്ളതുപോലെ ചെയ്യാം. ഞാൻ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ, പിന്നെ അതുപോലെ കുറച്ച് അനാറ്, കുറച്ച് മുന്തിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫലൂദ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ആദ്യം കുറച്ച് സേമിയ വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയ വേവിക്കുന്ന സമയത്ത് ഈ ഒരു ഫലൂദക്കൊക്കെ ആയതുകൊണ്ട് പഞ്ചസാര ഇട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലായിട്ട് മിക്സ് ചെയ്ത ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് പിന്നെ നമ്മളെല്ലാ ഫലൂദയിലും ചേർക്കുന്നതാണ്. കസ്കസ് ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് തരും. പ്രത്യേക ഒരു ടേസ്റ്റുമാണ്, കാണാനും ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം കസ്കസ് കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കടി ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മാംഗോ എസൻസ് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം. മാംഗോ എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി, പിസ്ത ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഉറ്റിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കടി ഷേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടികൾ. ഇനി നമ്മൾ ഡെക്കറേഷനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതന്നെയാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ കറക്റ്റ് നമ്മൾ ആ ഒരു പുറത്തുനിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഫലൂദ ലുക്കും ഉണ്ടാവും. അപ്പോൾ നല്ല എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാ ഫ്രൂട്ട്സും കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ വാനില ഐസ്ക്രീമിൻ്റെ കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്